വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. വലിയ സന്തോഷവും കാര്യങ്ങളൊന്നുമില്ല, ആശ്വാസം മാത്രമാണ് ഈ ഒരു ഗെയിമിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. പിന്നെ ഒരു പോയിന്റ്, നമ്മൾ ഒരു പോയിന്റ് നേടി എന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ 2 പോയിന്റ് നഷ്ടപ്പെടുത്തി എന്ന് വേണം തന്നെ പറയാൻ. കാരണം ഇതൊരു തുടർക്കഥ, രണ്ടാമത്തെ ഗെയിമിൽ അടുപ്പിച്ച് ആ ഒരു തുടർക്കഥ വന്നിരിക്കുകയാണ്. കാരണം ഫസ്റ്റ് ഗെയിം ഫോറസ്റ്റുമായിട്ടുള്ള കഴിഞ്ഞ ഗെയിമിൻ്റെ അകത്തും ഒരു ഗോളിൻ്റെ ലീഡിൽ നിന്നിട്ട് കൺട്രോൾഡായിട്ടുള്ളൊരു ഗെയിം ലാപ്സ് ഇൻ കോൺസെൻട്രേഷൻ, കുറച്ച് നേരത്തെ ലാപ്സ് ഇൻ കോൺസെൻട്രേഷൻ്റെ ഇതിൽ 2 ഗോള് വഴങ്ങി പിന്നീട് ശ്രമിച്ച് ലാസ്റ്റ് ഗോള് നേടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ഗെയിം അവസാനിപ്പിച്ചത്. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു വൺ ഓഫ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നാം. എന്ന് വെച്ചാൽ ഒരു ഗെയിമിൽ അങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ തുടർന്ന് അടുത്ത ഗെയിമിൻ്റെ അകത്താണെങ്കിലും വീണ്ടും അത് തന്നെയാണ് സംഭവിച്ചത്. നമ്മുടെ കൺട്രോൾ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഹാഫ് ഒരു ഗോള് നേടി ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഷിഫ്റ്റ് ഉണ്ടായി. ടോട്ടൻഹാം ഫുള്ളി ആ ഗെയിമിൻ്റെ കൺട്രോൾ നേടിയെടുത്തതിന് ശേഷം അതുമായിട്ട് മുമ്പോട്ട് പോയി. നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആയി സെക്കൻഡ് ഹാഫിൽ. ആ ടോട്ടൻഹാമിൻ്റെ കൺട്രോളിലായിട്ട് പിന്നെ അതിനുശേഷം അവർ 83rd മിനിറ്റിൽ ഗോൾ അടിക്കുന്നു. പിന്നീട് അതിനുശേഷം തുടർന്നും ഒരു ഗോളും കൂടെ അടിച്ച് കളി ജയിച്ചു എന്നുള്ള ലെവലിലേക്ക് എത്തിപ്പെടുന്നു. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലാസ്റ്റ് മിനിറ്റിൽ സ്കോർ ചെയ്തിട്ട് അത് തിരിച്ചു പിടിക്കുന്നു. സോ ഒരു പാറ്റേണായി മാറിയിരിക്കുകയാണ്. സോ ഈ ഒരു പാറ്റേൺ ആണോ നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടത് പുരോഗതിയിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടോപ്പ് 4 ടോപ്പ് 6 നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ ആണോ വേണ്ടത് എന്നത് എനിക്ക് ഭയങ്കര സംശയമുണ്ട്. കാരണം ഇതല്ല നമുക്ക് വേണ്ടത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ 2 കളികളിലും 6 പോയിൻറ്റ്സ് നേടേണ്ടിയിരുന്നിടത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെറും 2 പോയിൻ്റാണ്. എന്നിട്ട് 4 പോയിൻ്റ് നഷ്ടപ്പെടുത്തി. സോ ഈ 4 പോയിൻ്റ് നഷ്ടം എന്ന് പറഞ്ഞാൽ ടേബിളിൽ അത് എന്തുമാത്രം ഡിഫറൻസ് വരുത്തും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ടേബിളിൽ 8th പൊസിഷനിലോട്ട് താഴോട്ട് പോയിരിക്കുകയാണ്. നമ്മൾ കിടന്നെടുത്തുന്നത് 8th പൊസിഷനിലോട്ട് പോയി. ഇനിയും വേറെ ടീംസിൻ്റെ ഗെയിംസ് ഇന്ന് കളിക്കാനുണ്ട്. അപ്പോൾ അതുകൂടിയാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ 10th പൊസിഷനിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു 4 പോയിന്റ് കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ടോപ്പ് 4ൻ്റെ അകത്തൊക്കെ നിൽക്കേണ്ട ഒരു ടീമായിരുന്നു. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണോ നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഡെഫിനറ്റ്ലി ഈ ഒരു അവസ്ഥയിലായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളൊരു ടോപ്പ് 10 പ്രതീക്ഷിച്ചാൽ മതി. കാരണം ബാക്കിയുള്ള ടീംസൊക്കെ ഇപ്പം ടോപ്പ് ടീംസൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പോയിന്റ് നേടുന്നു, വിജയം നേടുന്നു, അത് റെഗുലറായിട്ട് നേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഒരു 3 കളി ജയിച്ചു, പിന്നെ അതിനുശേഷം നമ്മൾ ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല 5 കളിയിൽ നിന്ന്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതൊരു മേന്മയായിട്ടൊന്നും എനിക്ക് പറയണമെന്ന് തോന്നുന്നില്ല. കാരണം ജയിക്കേണ്ട കളികൾ ജയിക്കാതെ എന്താ പറയുക, കഷ്ടപ്പെട്ടുള്ള കളികൾ അല്ലെങ്കിൽ ടോപ്പ് ടീംസായിട്ടുള്ള കളി ജയിച്ചു, ഓക്കെ, അത് സമ്മതിച്ചു. പക്ഷേ ജയിക്കേണ്ട കളി കൂടെ ജയിച്ചാലല്ലേ നമുക്കതുള്ളൂ. അല്ലാതെ ടോപ്പ് ടീംസിൻ്റെ അടുത്ത് മാത്രം നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുകയും കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ടീമിൻ്റെ കൂടെ ലോവർ പെർഫോമൻസ് കാഴ്ചവെച്ച് തന്നാൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ വരും. അപ്പം ദാറ്റ് ഡസ് നോട്ട് ഇംപ്രൂവ് ആ ചാൻസസ് ഫോർ എ ടോപ്പ് 4 ഓർ ഈവൻ എ ടോപ്പ് 6. ഓക്കെ, ഗെയിമിലേക്ക് വരാം. ഗെയിമിലേക്ക് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം കൺട്രോളിലായിരുന്നു. കൺട്രോൾ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വൈസ് അല്ല, പക്ഷേ വി വർ ഹാപ്പി ടു ഗിവ് ടോട്ടൻഹാം ദ പൊസിഷൻ. അവർ ബോൾ കീപ്പ് ചെയ്തു. പക്ഷെ എന്നിരുന്നാലും അവർക്ക് നമ്മുടെ ഗോളിലേക്ക് ഗോൾ അടിക്കാനോ അല്ലെങ്കിൽ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഒന്നും കൊടുക്കാതെ നമ്മൾ ആ ഗെയിം കൺട്രോളിൽ വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ എംബൂമോ ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത്. എംബൂമോ ഈസ് ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ ദ ബെസ്റ്റ് സമ്മർ സൈനിങ് ഇൻ ദ പ്രീമിയർ ലീഗ്. ഇതിപ്പം ഗോൾസ് സ്കോർ ചെയ്യുന്നതിൽ മാത്രമല്ല, അസിസ്റ്റ് കൊടുക്കുന്നതിലും പിന്നെ ഓവറോൾ പെർഫോമൻസ് ടീമിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതും കൂടെ നോക്കിക്കഴിഞ്ഞിരുന്നാൽ എംബൂമോയുടെ പെർഫോമൻസ് ആൻഡ് എംബൂമോ ആസ് എ സൈനിങ് ബെസ്റ്റാണ്. ഈ ഒരു സമ്മറിലെ ബെസ്റ്റ് സൈനിങ് ആണ് എംബൂമോ. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊരു മുതൽക്കൂട്ടാവും കുറച്ച് വർഷങ്ങൾക്ക് ഒരു എടുത്തു പറയാനായിട്ടൊരു മുതൽക്കൂട്ട് തന്നെയാണ് എംബൂമോ. ആ ഒരു ഹെഡർ, അതിൻ്റെ ക്രോസിൽ നിന്നും ആ ഒരു ഹെഡർ നേടി
അതും ഇത്രയും ഷോർട്ടായിട്ടുള്ള ഒരു പ്ലെയർ ബോക്സിൻ്റെ അകത്ത് ആ ഒരു ഹെഡർ കിട്ടുക, ആ ചാൻസ് ഗോളാക്കുക എന്നുള്ളതെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഫോം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിന് ലഭിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ആ ഒരു പൊസിഷനിൽ വന്ന് നിന്നാലല്ലേ ആ തലയ്ക്ക് ആ ബോൾ വന്ന് കിട്ടത്തുള്ളൂ. സോ ഐ മീൻ ഹി ഡിഡ് പ്രിറ്റി ഗുഡ്. ആ ഒരു ഫസ്റ്റ് ഹാഫ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോയി. സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞിരുന്നപ്പം ആ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ടോട്ടൻഹാമിൻ്റെ കയ്യിലായി കൺട്രോൾ. നമ്മൾ മിഡ്ഫീൽഡ് ബാറ്റിൽസ് എല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടായിരുന്നു. നമ്മൾ ഡിഫൻഡേഴ്സ് ആക്ച്വലി കൊടുക്കുന്ന എഫേർട്ട്, ബോള് തടയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എഫേർട്ട് മിഡ്ഫീൽഡിൻ്റെ അകത്തുനിന്ന് വരുന്നില്ല. കശ്മീർ ഉള്ള സമയത്ത് ആ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മിഡ്ഫീൽഡിൽ ഈ 50-50 ബാറ്റിൽസ് എല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്രൂണോ ഒക്കെ ആണെങ്കിലും ഒരു 50-50 ബാറ്റിൽ വന്നു കഴിഞ്ഞാൽ ബ്രൂണോ അവിടെ പ്രസക്തമല്ല. ഈ ട്രൈസ്, പക്ഷേ അത് പോരാ. നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഈ 50-50 ബാറ്റിൽസിൽ ജയിച്ചു വരുന്ന പ്ലെയേഴ്സാണ് ആ ഒരു പൊസിഷനിലേക്ക് വരേണ്ടത്. ബട്ട് ബ്രൂണോയേ ഉള്ളൂ നമുക്ക്, അല്ലാതെ അതിനപ്പുറത്തേക്ക് എടുത്ത് പറയാനായിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഇത് പറയാം. ആൻഡ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ബ്രൂണോ ഹാഡ് എ പുവർ ഗെയിം. ബ്രൂണോൻ്റെ ഒരു ചാൻസ് ഉണ്ടായിരുന്നായിരുന്നു ഓപ്പൺ ഗോളിൽ, ഗോൾ കീപ്പർ മാത്രം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് അടിച്ച് കളഞ്ഞത്. നോർമലി ബ്രൂണോയുടെ ഒരു ഇതിൽ ഗോൾ വരേണ്ടതാണ്, പക്ഷേ അത് സംഭവിച്ചില്ല. ആൻഡ് ഹി ഹാഡ് എ പുവർ ഗെയിം ഓവറോൾ. ഒന്ന് രണ്ട് ചാൻസസ്, പാസ് ചെയ്യേണ്ട ചാൻസസും ഒക്കെ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മത്തിയാസ് കുഞ്ഞിയുടെ ഗെയിമാണെങ്കിലും ഒത്തിരി ബോൾ ലൂസ് ചെയ്തു. കളിയിൽ നിന്ന് ഒത്തിരി പ്രാവശ്യം ബോൾ ലൂസ് ചെയ്ത് അത് ബോള് കീപ്പ് ചെയ്ത് പാസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നില്ല. കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒക്കെ ട്രൈ ചെയ്ത് അല്ലെങ്കിൽ പോകുമ്പം ഇല്ലാത്ത സ്പേസിലേക്കൊക്കെ കയറി പോകുന്നു. അപ്പോഴത്തേനും ബോൾ പോകുന്നു. അങ്ങനെ കുറേ അത് സ്ഥിരമായിട്ട് ആ സെക്കൻഡ് ഹാഫിൽ കാണുന്നുണ്ടായിരുന്നു. സോ ഹി ഹാഡ് എ വെരി പുവർ ഗെയിം. പിന്നെ ഡോർഗു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡിഫൻസിൽ കുറച്ച് ബെറ്റർ ആയിരുന്നു. കുറേ ക്രോസസ് തടയിടാനായിട്ട് സാധിച്ചു. അതിപ്പം ഡിയോഗോ ഡാലോ ആയിരുന്ന ആ പൊസിഷനിലെങ്കിൽ ഇതെല്ലാം നമ്മുടെ ബോക്സിൻ്റെ അകത്തേക്ക് വരേണ്ട ക്രോസസ് ആണ്. ആ ക്രോസസുകളൊക്കെ ഒരു അടുപ്പിച്ചൊരു 4-5 ക്രോസസ് തടഞ്ഞിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോൺട്ര വഴങ്ങിയിട്ടാണെങ്കിലും ആ ക്രോസസ് ഇങ്ങോട്ടേക്ക് വന്നില്ല. സോ ഹി ഹാഡ് എ ബെറ്റർ ഡിഫെൻസീവ് ഡിസ്പ്ലേ. ബട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ, അതായത് ഫോർവേഡ് പോയി കഴിയുമ്പം ആ ഒരു കറക്റ്റായിട്ടുള്ള ക്രോസസോ അല്ലെങ്കിൽ അതൊന്നും വരുന്നില്ല. അതാണ് ഡോർഗുവിൻ്റെ ഒരു പ്രശ്നം. സോ ഹി നീഡ്സ് ടു ഇംപ്രൂവ് ഓൺ ദാറ്റ് ആസ്പെക്റ്റ്. പിന്നെ എടുത്തു പറയണമെന്ന് വെച്ചാൽ ഈ ഒരു ഗെയിം ആക്ച്വലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കേണ്ട ഗെയിമായിരുന്നു. ടോട്ടൻഹാം ഓൾറെഡി മിഡ് വീക്കിൽ ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ട് വരുന്ന ടീമാണ്. ഓൾറെഡി ടയേർഡാണ്. അവർ 2 ഗെയിം ഒരാഴ്ച കളിച്ചിട്ട് നിൽക്കുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈ ഗെയിമിലേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഫുൾ വീക്കുണ്ട്. ആ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇതേപോലത്തെ ഒരു ടീമിന്, ടോട്ടൻഹാം പോലത്തെ ഒരു ടീമിനെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ ടീമിൻ്റെ ടോട്ടൽ ഇമ്പ്രൂവ്മെൻറ്റിനെ മേലൊരു ഒരു ഇതാണ് കാണിക്കുന്നത്. ഒരു ക്ലൗഡ് വരുന്നത് പോലെയാണ് കാണിക്കുന്നത്. കാരണം പല ആൾക്കാരും ഇമ്പ്രൂവ്ഡ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. ബട്ട് അത് കാണിക്കേണ്ടടുത്ത് കാണിക്കുന്നില്ല. ഈ ഒരു ടീമിനെ തോൽപ്പിക്കേണ്ടതാണ്. ടോട്ടൻഹാം ഓൾറെഡി ഇത്രയും ഇഞ്ചുറി ലിസ്റ്റ്, എത്ര അധികം മെയിൻ പ്ലെയേഴ്സാണ് ഇഞ്ചേർഡ് ആയിട്ടുള്ളത്. എന്നിട്ട് ഒരു ഗെയിം ഓൾറെഡി മിഡ് സീസണിൽ കളിച്ചിട്ട് വരുന്ന ടീമിൻ്റെ കൂടെ നമുക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല. സോ ഐ തിങ്ക് അമറും ഹാസ് ടു ഇംപ്രൂവ് ഓൺ ഹിസ് ടാക്ടിക്സ്. ഇതിപ്പം 3 കളി അടുപ്പിച്ച് ജയിച്ചതോടുകൂടി മൊത്തത്തിൽ അങ്ങ് മാറി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പല ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട്. ബട്ട് ഐ ഡു നോട്ട് ബിലീവ് ദാറ്റ്. ഒത്തിരി മാറ്റങ്ങൾ വരുത്തണം. നമ്മളൊരു ടോപ്പ് 10 കണ്ടൻറ്റേഴ്സ് മാത്രമാണ് ഇപ്പോൾ, അല്ലാതെ ഒരു ടോപ്പ് 4 ടോപ്പ് 6 എത്തിപ്പെടേണ്ട ഒരു കണ്ടൻറ്റൊന്നും ആയിട്ടില്ല. ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ ഇനിയും ഒത്തിരി അധികം സഞ്ചരിക്കാനായിട്ടുണ്ട്. കാരണം വേറെയും ടീമുകളുണ്ട്. ഇപ്പം ആർസണലായാലും സിറ്റി ആയാലും ലിവർപൂൾ ആയാലും ഇപ്പം സണ്ടർലാൻഡ് ആ ഒരു പൊസിഷനിലേക്ക് വരുന്നു. പിന്നെ എന്താ പറയുക, ചെൽസി ഉണ്ട്. ഈ ടോട്ടൻഹാമിന് ഇനി പ്ലെയേഴ്സ് തിരിച്ചു വരുമ്പോൾ ടോട്ടൻഹാം ഇമ്പ്രൂവ് ആവും. കുഡൂസും മാഡിസൺ അങ്ങനത്തെയൊക്കെ ഉള്ള ടോപ്പ് പ്ലെയേഴ്സ് വന്നു കഴിയുമ്പോൾ അവർ ഇമ്പ്രൂവ് ആവും. പിന്നെ പാലസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ടീംസ് നമുക്ക് മുകളിൽ നിൽപ്പുണ്ട്. ഹൂസ് ഗെറ്റിംഗ് റിസൾട്ട്സ്. ബോൺമത്ത് ഉണ്ട്. ഇതിനകത്തുള്ള റെഗുലർ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന ടീമുണ്ട്. അവരൊക്കെ ഇടയ്ക്കുള്ള ഒരു കളികളൊക്കെയാണ് തോക്കുക ഒക്കെ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു റെഗുലർ റിസൾട്ട്സ് വരാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഒരു ടോപ്പ് 10 അകത്ത് എത്തിപ്പെടാൻ മാത്രമായിട്ടുള്ള ഒരു ടീമേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് തോന്നുന്നത്.
പിന്നെ എടുത്ത് പറയേണ്ട ഇന്നലത്തെ പെർഫോമൻസിൻ്റെ അകത്ത് സെസ്കോ ഹാഡ് എ വെരി ബാഡ് ഗെയിം. അതോടുകൂടി സെസ്കോന് ആക്ച്വലി ഗാരി നെവലിൻ്റെ ക്രിറ്റിസിസം കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നതാണ്. ഇതണക്ക് ചാൻസസ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ബാക്കി സമ്മർ സൈനിങ്ങിൻ്റെ അത്രയും ലെവലിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു. അതിന് മറുപടി കൊടുക്കാനായിട്ടുള്ള ഒരു വലിയ ചാൻസ് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഒരു സ്ട്രൈക്കറിനൊക്കെ അങ്ങനത്തെ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആണ്. സെസ്കോ അത് ചെയ്തില്ല. എന്ന് വെച്ചാൽ നല്ല ടൈം എടുത്തുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അടിക്കാൻ നിന്ന സമയത്ത് ഡിഫൻഡേഴ്സ് പെലിഞ്ഞ അത് വന്നിട്ട് പെലിഞ്ഞാണ് വാൻഡവനാന്ന് തോന്നുന്നു, വാൻഡവൻ വന്നിട്ട് ആ ബോൾ റിക്കവർ ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. സോ ഇങ്ങനത്തെ മൈന്യൂട്ട് ചാൻസസ് കിട്ടി ഗോളാക്കി കഴിഞ്ഞിരുന്നാലേ ഉള്ളൂ നമുക്ക് സ്ട്രൈക്കർ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആകത്തുള്ളൂ. പിന്നെ ഇപ്പോൾ ആ നീ ഇഞ്ചുറിയും കൂടെ സംഭവിച്ചതോടുകൂടി ഇനിയിപ്പം സെസ്കോ എത്ര നാൾ പുറത്തിരിക്കും എന്ന് നമുക്ക് അറിയത്തില്ല. സോ അതും സെസ്കോനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇനിയിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുന്നു, ഹി മൈറ്റ് ഗെറ്റ് സം ടൈം ഫോർ റിക്കവറി, അല്ലെങ്കിൽ ഇതൊരു കുറച്ച് ടൈം എടുക്കുന്ന ഒരു ഇഞ്ചുറിയാണ്, റിക്കവറി ആയിട്ടുള്ള ഇഞ്ചുറിയാണ് എന്നുള്ളത് നമുക്കത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. ബട്ട് ആക്ച്വലി മൊത്തത്തിൽ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ വളരെ നിരാശയോടുകൂടിയുള്ളൊരു ഗെയിമാണ്. നമുക്ക് ജയിക്കേണ്ടിയിരുന്നൊരു ഗെയിം തന്നെയായിരുന്നു. അവരുടെ ഗ്രൗണ്ടിൽ പ്രത്യേകിച്ച് അവർ ഫ്ലോപ്പായിട്ട് നിൽക്കുന്നതാണ്. കാരണം 5 കളികളിൽ നിന്ന് ഒരു വിജയം മാത്രം നേടി നിൽക്കുന്ന ടീമാണ്. ഓൾറെഡി 3 കളി തോറ്റ് നിൽക്കുന്ന ടീമിൻ്റെ ഗ്രൗണ്ടിൽ പോയിട്ട് അവിടെ വീണ്ടും അടിച്ചിടേണ്ട ഒരു കളിയായിരുന്നു ഇത്. പക്ഷേ നമ്മളത് ചെയ്തില്ല, സമനില നേടി എന്ന് വേണം പറയാനായിട്ട്. സോ നിരാശയാണ്. ഇനിയിപ്പം ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുന്നു. ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഉള്ള ഗെയിംസിനകത്ത് ഇനിയിപ്പം നോക്കാം. സോ അതർവൈസ് റിയലി ഡിസപ്പോയിൻറ്റിങ് പെർഫോമൻസ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദ ചാനൽ. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം എന്നാലേ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിപ്പെടുത്തുള്ളൂ. ആൻഡ് യൂട്യൂബ് അതിൻ്റെ അകത്ത് വിസിബിലിറ്റി കൂട്ടണമെങ്കിൽ ലൈക്ക് കിട്ടിയാലേ അത് സാധിക്കത്തുള്ളൂ. ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി ഡു ദാറ്റ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ടേക്ക് കെയർ. ബൈ.